കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കാണും. കാരണം ഇവരൊക്കെ ഒരുപാട് ക്യാമ്പുകളിലും അവിടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അല്ലേ ഇത് തന്നെയാണ് മുസാഫിർ യാറോ ചലത്തെ ഹി രഹനാ ഹൈ. ഇത് തന്നെയാണ് ലൈഫ് ആക്ച്വലി. ഇത് നമ്മളുടെ ക്യാമ്പുകളിലൊക്കെ 10-40 കിലോമീറ്റർ ഒക്കെ നടക്കുമ്പോൾ ക്യാമ്പുകളുണ്ട്, ഓവർ നൈറ്റ് ക്യാമ്പ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ബദ്രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മലകളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് വരേണ്ട ക്യാമ്പ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ പുറകിൽ ഒരു 10-22 കിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തല കുനിച്ച് നടക്കാൻ പറ്റും, കാരണം ഒരുപാട് തളരും. അപ്പൊ നമ്മൾ ഈ പാട്ട് പാടും, മുസാഫിർ യാരോ നഗർ ഹേ നാ ഠിക്കാന ചലത്തെ റോ ചലത്തെ റോ. എനിക്ക് ഋഷിജിയുടെ അടുത്താണ് അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. എന്തൊക്കെ ത്യാഗങ്ങളാണ് നമ്മുടെ ഒരു കൺട്രി, ദാറ്റ് മീൻസ് ഇന്ത്യക്ക് വേണ്ടി സഹിക്കുന്നത് അല്ലെ ത്യജിക്കേണ്ടത്? ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു JCO ഒരു റാങ്ക് ആരാണെങ്കിലും അവർ പോസ്റ്റഡ് ആയിട്ടുള്ളത് ഒരു പക്ഷേ നെഞ്ചറ്റം ഉള്ള ഐസിലായിരിക്കും, അല്ലെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിലായിരിക്കും. മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ചൂട് മാത്രമല്ല, രാവിലെ ആകുമ്പോൾ ഐസ് വെള്ളമായിരിക്കും, തണുപ്പുണ്ട് രാവിലെ, അങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ആവും. അതല്ലെങ്കിൽ കച്ചലയോ ആ ഏരിയയിലെ ബോഡിയിൽ നിന്ന് ലിറ്ററലി ഉപ്പ് വടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാവും. അതല്ലെങ്കിൽ കശ്മീരിലോ അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഈ ടെററിസവും ഇൻസർജൻസിയും മീറ്റായിട്ടുള്ള ഏരിയകളിലായിരിക്കും. അവിടെ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് അത്ര ഇറ്റ് ഈസ് സോ ബ്രൂട്ടൽ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഓരോ യൂണിഫോംഡ് സോൾജർ. ഇവർക്കൊന്നും യാതൊരു ഡിമാൻഡ്സും ഇല്ല. നമ്മളിവിടെ കിടന്ന് AC-യിൽ ഉറങ്ങുമ്പോൾ അതിൻ്റെ വില ചോര കൊണ്ടാണ് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇരുന്നതും. ഒരു ജവാൻ ഈ കണ്ടീഷനുകളിൽ നിന്ന്, എക്സ്ട്രീം കണ്ടീഷൻസ് ആണ്, എക്സ്ട്രീം പ്രഷേഴ്സ് ആണ്, അതിൽ നിന്ന് നാട്ടി വരുന്നത് ഒരു 30 ദിവസം 40 ദിവസത്തേക്കാണ്. അവരോട്, അവരുടെ ഫാമിലിയോട് നമുക്ക് സ്നേഹത്തോടെ, നമ്മുടെ നാട്ടിലെ ഉദ്യോഗങ്ങളുടെ ആ ഒരു പവർ ഒന്നും ഇല്ലാതെ അവരോട് ഇത്തിരി സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും ഇത് ത്യാഗം തന്നെയാണ്, അല്ലാതെ ഈ മന്ത്ലി കിട്ടുന്ന ഒരു സാലറി ആഗ്രഹിച്ചിട്ടല്ല. ഇത് അല്ല, ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്. കാരണം അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എന്റേത് എന്ന് കരുതുന്ന ഒരു കാര്യം പോലും ഇല്ല. ഋഷിജി ഇത്രയും ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിപ്പെടാൻ എന്തൊക്കെ ത്യാഗങ്ങളാണ്? ഇപ്പൊ ത്യാഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? ഞാനിതൊരു ചൂസ് ചെയ്ത ലൈഫാണിത്. അത് എങ്ങനെയാണ് ഓരോ ജവാനും യൂണിഫോം ഇടുമ്പോൾ, അത് ആർമി എന്നല്ല, ഏതൊരു ഡിഫൻസ് ഫോഴ്സസ് ആയിക്കോട്ടെ, ഏതൊരു പാരാമിലിറ്ററി ഫോഴ്സസ് ആയിക്കോട്ടെ, അവര് യൂണിഫോം ഇടുമ്പോൾ അവരുടെ ലൈഫ് തന്നെ ഇങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അതിൽ യാതൊരു ത്യാഗവും എൻ്റെ പേഴ്സണൽ ഇതിൽ ഇല്ല. ഋഷിജി, നിങ്ങളുടെ ഇതിനകത്ത് ഗ്രൂപ്പില് തമിലിയൻസ് അല്ലേ, എല്ലാ ഭാഷക്കാരും കാണുമല്ലോ.